CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഉയർന്ന മൂല്യവും ഉടനടി പണവും കൂടാതെ മറ്റനേകം ഓഫറുകൾ എല്ലാം ജോയ ലുക്കാസിൽ മാത്രം. ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെർപ്പുളശ്ശേരി നഗരസഭാ പരിധിയിൽ സ്ഥിരതാമസക്കാരനല്ലാതെ വൈസ് ചെയർമാൻ KK ആസീസ് വ്യാജരേഖകൾ ചമച്ചാണ് വോട്ടർ പട്ടികയിൽ ഇടം തേടി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന് CPM. നിയമവ്യവസ്ഥകളെയും പൊതുജനങ്ങളെയും വിഡ്ഢികളാക്കുകയാണ് വൈസ് ചെയർമാൻ ചെയ്തിരിക്കുന്നതെന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും CPM നേതാക്കൾ. പട്ടാമ്പി നഗരസഭയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഹമ്മദ് മുഹ്സിൻ MLA രംഗത്ത്. MLA ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കുന്ന പല പദ്ധതികളും നഗരസഭയുടെ അലംഭാവം മൂലം നടപ്പാകാതെ കിടക്കുകയാണെന്ന് MLA കുറ്റപ്പെടുത്തി. മഞ്ചേരി എടവണ്ണ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് നിർമ്മാണ പ്രവൃത്തി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ രംഗത്ത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടെന്നാണ് നാട്ടുകാരുടെ പരാതി. അധികൃതർ പരിശോധന നടത്തി ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നും നാട്ടുകാർ പറഞ്ഞു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് വൃക്കരോഗികൾക്കുള്ള ധനസഹായം വിതരണം ചെയ്തു. തണൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 ലക്ഷത്തിലധികം രൂപയാണ് 44 പേർക്ക് കൈമാറിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ചെർപ്പുളശ്ശേരി നഗരസഭാ പരിധിയിൽ സ്ഥിരതാമസക്കാരനല്ലാത്ത വൈസ് ചെയർമാൻ KK ആസീസ് വ്യാജരേഖകൾ ചമച്ചാണ് വോട്ടർ പട്ടികയിൽ ഇടം തേടി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന് CPM. നിയമവ്യവസ്ഥകളെയും പൊതുജനങ്ങളെയും വിഡ്ഢികളാക്കുകയാണ് വൈസ് ചെയർമാൻ ചെയ്തിരിക്കുന്നത് എന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും CPM നേതാക്കൾ പറഞ്ഞു. ചെർപ്പുളശ്ശേരി ഡിവിഷൻ 12 കച്ചേരിക്കുന്ന് വോട്ടേഴ്സ് ലിസ്റ്റിലെ 1 മുതൽ 6 വരെയുള്ള വൈസ് ചെയർമാന്റെ കുടുംബത്തിലെ ആരും തന്നെ 3 വർഷമായി ചെർപ്പുളശ്ശേരിയിൽ സ്ഥിരതാമസമില്ലെന്നും CPIM ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. വോട്ടർ പട്ടിക കയറാൻ പാടില്ലെന്ന്, അതുമല്ല 2-3 കൊല്ലമായി അസീസ് ഇവിടെ താമസമില്ലാന്ന് ആ മുനിസിപ്പാലിറ്റിയിലുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും അവിടെയുള്ള മുഴുവൻ മുനിസിപ്പൽ കൗൺസിലർമാർക്കും അറിയുന്ന സത്യമാണ്. നമുക്കൊക്കെ അറിയില്ല, ഈ നാട്ടുകാർക്ക് മുഴുവൻ അസീസ് ഇവിടെ അല്ല താമസം. പക്ഷെ അസീസ് ചെർപ്പുളശ്ശേരിയാണ് താമസം എന്ന് പറഞ്ഞ് സെക്രട്ടറി ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ അത് കള്ളരേഖയല്ലേ. ശ്രീശപുരത്താണ് താമസം എന്ന സർട്ടിഫിക്കറ്റ് കൊടുത്ത് അത് റദ്ദ് ചെയ്തതും കള്ളത്തരമല്ലേ. ഈ 2 കള്ളത്തരമാണ് ഈ കോടതിയിൽ വലിയ നിയമപ്രശ്നമായി ഇപ്പോൾ നിലനിൽക്കുന്നത്. ഞങ്ങൾ ആ കാര്യത്തെ സംബന്ധിച്ച് ഇത് ഞങ്ങൾ സത്യസന്ധമായി നിങ്ങൾക്കൊന്നും ഒരാൾക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഒരു സത്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ കേസുമായി അങ്ങേയറ്റം ഇനിയിപ്പോൾ ഒറ്റപ്പാലം കോടതിയുടെ അപ്പുറത്ത് വല്ല കോടതി ഉണ്ടെങ്കിൽ അവിടെയും പോയിക്കൊണ്ട് ഇത് സ്ഥാപിച്ചെടുക്കും. ഇതൊരു ജനാധിപത്യ അവകാശമാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ KK ആസീസ് മത്സരിച്ചാൽ പോലും അയോഗ്യനാകേണ്ട അവസ്ഥയാണ് എന്നും CPIM നേതാക്കൾ പറഞ്ഞു. CPIM വ്യാജരേഖ ചമച്ച് തന്നെ പുറത്താക്കാൻ ശ്രമിക്കുന്നു എന്നാണ് വൈസ് ചെയർമാന്റെ വാദം. എന്നാൽ വ്യാജരേഖ ചമച്ച് നിയമവ്യവസ്ഥകളെയും ചെർപ്പുളശ്ശേരിയിലെ പൊതുജനങ്ങളെയും വിഡ്ഢികളാക്കുന്നത് KK ആസീസ് തന്നെയാണെന്നും CPIM നേതാക്കൾ ആരോപിച്ചു. അപ്പൊ ഇത് എന്ത് നീതിയാ? ഇതാ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന വസ്തുത. ഈ പ്രദേശത്ത് നിങ്ങൾ അന്വേഷണാത്മക പത്രപ്രവർത്തനം ഇഷ്ടപ്പെടുന്ന പത്രക്കാരാണെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് പഠിച്ച റിപ്പോർട്ട് ജനങ്ങൾക്ക് കൊടുക്കണം. നമ്മുടെ ഈ നാട്ടിൽ താമസിക്കാത്ത ഒരാൾക്ക് എന്തുകൊണ്ട് ഈ നഗരസഭയിൽ വോട്ടിംഗ് അവകാശം വരുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇതിന് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കള്ളരേഖയാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് അന്വേഷണം നടത്താൻ, അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ടിയ അത് പരിശോധിച്ചിട്ട് ഞങ്ങൾ കൊടുത്ത അപേക്ഷ തെറ്റാണെന്ന് പറഞ്ഞിട്ട് തള്ളുകയാണ് ചെയ്യേണ്ടത്. ഇത് തള്ളുകയല്ല ചെയ്തിട്ടുള്ളത്. ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനോട് കൃത്യമായി കൊണ്ട് തന്നെ 202 വകുപ്പ് പ്രകാരം കേസ് ചാർജ് ചെയ്തിട്ട് അന്വേഷണം നടത്തിയിട്ട് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നുള്ള ഉത്തരവ്. ഇതാണ് വസ്തുത. ഈ വസ്തുത നിലനിൽക്കുമ്പോഴാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ കള്ളരേഖ ചമച്ചുകൊണ്ട് ആണ് ഇത് പറയുന്നത് എന്ന് പറയുന്നത്. ഇതാരാണ് കള്ളരേഖ ചമച്ചത് എന്നുള്ളത് ഈ വോട്ടർ പട്ടിക തന്നെ നമ്മൾ പരിശോധിച്ചാൽ വസ്തുതയല്ലേ. കരിമ്പുഴ പഞ്ചായത്തിൽ സ്ഥിരതാമസമുള്ള KK ആസീസ് വോട്ടവകാശം ചെർപ്പുളശ്ശേരിയിൽ നിലനിർത്തുന്നതിന് കരിമ്പുഴ പഞ്ചായത്ത് സെക്രട്ടറിയെയും ചെർപ്പുളശ്ശേരി മുനിസിപ്പൽ സെക്രട്ടറിയെയും കൂട്ടുപിടിച്ച് വ്യാജരേഖ ചമച്ചു എന്ന കേസ് ഒറ്റപ്പാലം കോടതിയിൽ നിലവിലുണ്ട്. ഇതിൽ അന്വേഷണ ചുമതല ശ്രീകൃഷ്ണപുരം സ്റ്റേഷൻ ഓഫീസർക്ക് നൽകിക്കൊണ്ടുള്ള ഉത്തരവും നിലനിൽക്കുന്നുണ്ട്. ഒരു ഗവൺമെന്റിന്റെ രണ്ടാമത്തെ ഒരു ഗവൺമെന്റാണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് രണ്ടാമത്തെ ഒരു ഗവൺമെന്റാണ്. ഇതിന് ഇത്തരത്തിലുള്ള
അതിൻ്റെ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായ എന്താ ലക്ഷ്യം? ആ ഗ്രാമവാസിയായിരിക്കണം അത് പ്രവർത്തിക്കേണ്ടത്. വേറെ പറ്റില്ലല്ലോ. എനിക്കിപ്പോൾ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി പോയി മത്സരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ക്രമവിരുദ്ധമാണ്. അതുകൊണ്ട് ഇത് പത്രക്കാരായ നിങ്ങൾ ഈ പത്രധർമ്മത്തിൻ്റെ പേരിൽ ഇയാൾ തെറ്റാണ് ചെയ്തത് എന്ന അഭിപ്രായമുണ്ടെങ്കിൽ ആ അഭിപ്രായം രേഖപ്പെടുത്താം. അതല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്, ഇതുമായി CPIM മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതു സംബന്ധിച്ച് ചെർപ്പുളശ്ശേരിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗം PA ഉമ്മർ, ചെർപ്പുളശ്ശേരി ലോക്കൽ സെക്രട്ടറി C ജയകൃഷ്ണൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ K നന്ദകുമാർ, PV ബാബു എന്നിവർ പങ്കെടുത്തു. ഇയാൾക്കെതിരായി നടപടി വരാം ഈ കുറ്റകൃത്യത്തിന്. അങ്ങനെ വരുമ്പോൾ ഇയാളുടെ അംഗത്വം നഷ്ടപ്പെടും. തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലെങ്കിലും അതിനെതിരായിട്ടുള്ള നിയമ നടപടി അയാൾ സ്വീകരിക്കേണ്ടി വരും. അതാ ഞങ്ങളുടെ ഈ കുറ്റകരമായ ഒരാളെ തിരഞ്ഞെടുക്കാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് പറയാലോ. ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. CCN ചെർപ്പുളശ്ശേരി. കാർഷിക മേഖലയെ തകർക്കാൻ BJP സർക്കാർ ഗൂഢാലോചന നടത്തുന്നെന്നാരോപിച്ച് ജാഗോ കിസാൻ SDPI ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായി വല്ലപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാടത്തിറങ്ങി പ്രതിഷേധിച്ചു. വല്ലപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കർഷകർക്കുള്ള ഐക്യദാർഢ്യ പരിപാടി വാസു ഉദ്ഘാടനം ചെയ്തു. ജാഗോ കിസാൻ SDPI ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായി വല്ലപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കർഷകർക്കുള്ള ഐക്യദാർഢ്യ പരിപാടി വാസു ഉദ്ഘാടനം ചെയ്തു. SDPI വല്ലപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മുസ്തഫ, സെക്രട്ടറി റഷീദ് എന്നിവർ സംസാരിച്ചു. കൃഷിയെയും കർഷകരെയും നാശത്തിൽ നിന്ന് രക്ഷിക്കാം എന്ന വിഷയത്തിൽ കർഷകർക്ക് മുന്നിൽ വരാൻ പോകുന്ന വിപത്തിനെ കുറിച്ച് അഹമ്മദ് കബീർ സിക്കന്ദർ സംസാരിച്ചു. CCN ചെർപ്പുളശ്ശേരി. വാഹനമോഷ്ടാവ് പിടിയിൽ. കുറ്റിക്കോട് ഇരുചക്ര വാഹന വർക്ക്ഷോപ്പിൽ നിന്ന് 24-ന് രാത്രി വാഹനം മോഷ്ടിച്ച പ്രതിയെ ചെർപ്പുളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് കൊടിയൂർ സ്വദേശി മുഹമ്മദ് സുഹൈലാണ് പിടിയിലായത്. കൂട്ടുപ്രതി കുറ്റുവാടി സ്വദേശി കബീർ ഓടി രക്ഷപ്പെട്ടു. ഇയാളെയും ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. പ്രതികളുടെ പേരിൽ തൊട്ടിൽപ്പാലം, വളയം പോലീസ് സ്റ്റേഷനുകളിലുമായി വാഹനമോഷണം, ലഹരി വിൽപ്പന സംബന്ധമായ വേറെയും കേസുകൾ നിലനിൽക്കുന്നതായും പോലീസ് അറിയിച്ചു. പ്രതിയെ ഒറ്റപ്പാലം പോലീസ് ഹാജരാക്കി റിമാൻഡ് ചെയ്തു. CCN ചെർപ്പുളശ്ശേരി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ചെർപ്പുളശ്ശേരിയിലും ലളിതമായ പരിപാടികളോടെ പള്ളികളിൽ നബിദിനം ആഘോഷിച്ചു. കച്ചേരിക്കുന്ന് മുഹമ്മദ് സാലിമി അറബിത്തങ്ങൾ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. നബിദിനാഘോഷത്തിന്റെ ഭാഗമായി കച്ചേരിക്കുന്ന മുഹമ്മദ് സാലിമി അറബി തങ്ങൾ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. COVID-19 പശ്ചാത്തലത്തിൽ ലളിതമായ ചടങ്ങ് മാത്രമാണ് നടത്തിയത്. രാവിലെ 8 മണിക്ക് മഹല്ല് പ്രസിഡന്റ് പട്ടാണി അബു സാഹിബ് പതാക ഉയർത്തി. പുലർച്ചെ നടന്ന മൗലീദ് പാരായണവും മധുരം നൽകിയുമാണ് പരിപാടികൾ അവസാനിപ്പിച്ചത്. ആഘോഷ പരിപാടികളുടെ ഭാഗമായി മദ്രസ വിദ്യാർത്ഥികളുടെ പരിപാടികൾ ഓൺലൈനായാണ് നടത്തുന്നത്. മഹല്ല് സെക്രട്ടറി ഇക്ബാൽ ദുറാനി, ഭാരവാഹികളായ ഹംസ VP, മാനുട്ടി മാട്ടര തുടങ്ങിയവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. നബിദിനത്തിൽ ചെർപ്പുളശ്ശേരി മുഹമ്മദ് സാലിമി അറബിത്തങ്ങൾ ജുമാ മസ്ജിദും സംസ്കൃതി അടയ്ക്കാപ്പുത്തൂരും സംയുക്തമായി പള്ളി അങ്കണത്തിൽ ഊതുവൃക്ഷത്തൈ നടൽ നടത്തി. കൂടാതെ വൃക്ഷത്തൈ വിതരണവും നടന്നു.
നബിദിന പരിപാടിയിൽ ചെർപ്പളശ്ശേരി കച്ചേരിക്കുന്ന് മുഹമ്മദ് സാലിമി അറബി തങ്ങൾ ജുമാ മസ്ജിദും സംസ്കൃതി അടക്കാപുത്തൂരും സംയുക്തമായി പള്ളി അങ്കണത്തിൽ ഊതുവൃക്ഷത്തൈ നട്ടു. ഉദ്ഘാടനം മഹൽ ഖതീബ് ഉനൈസ് ഹുദവി നിർവഹിച്ചു. സംസ്കൃതി ഭാരവാഹിയായ രാജേഷ് അടക്കാപുത്തൂർ പങ്കെടുത്തു. തുടർന്ന് വൃക്ഷത്തൈ വിതരണവും നടന്നു. മഹല്ലു പ്രസിഡന്റ് പട്ടാണി അബുമാനു ഹാജി, രാജേഷ് അടക്കാപുത്തൂർ, ഹംസ വി പി, മുസ്തഫ ഹാജി തുടങ്ങിയവരും വൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിപാടിയിൽ പങ്കാളികളായി. എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഈ ദിവസം തന്നെ തിരഞ്ഞെടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ അധ്യാപനങ്ങളെ പ്രചരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായി പ്രപഞ്ചികമായിട്ടുള്ള അല്ലെങ്കിൽ പ്രാപഞ്ചികമായ കരുതലും പ്രപഞ്ചത്തിനോട് അല്ലെങ്കിൽ പരിസ്ഥിതിയോട് നമ്മൾ ചെയ്യേണ്ട ആ ഒരു മര്യാദയും അതിനെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ കരുതലിൻ്റെ പ്രാധാന്യവുമൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന ഒരുപാട് അധ്യാപനങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിലൂടെ പകർന്നു തന്നത് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ദിവസം തന്നെ നമ്മുടെ സംസ്കൃതി കൂട്ടായ്മ ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളത്. പരിപാടിയിൽ മഹല്ല് സെക്രട്ടറി ഇക്ബാൽ ദുറാനി, ഭാരവാഹികളായ കുഞ്ഞു മുഹമ്മദ് ഹാജി, മാനുട്ടി മാട്ടര തുടങ്ങിയവർ പങ്കെടുത്തു. അടക്കാപുത്തൂർ സംസ്കൃതിക്ക് ഇത്തരത്തിലൊരു പ്രൊജക്റ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷവും അതിലേറെ ആഹ്ലാദവും ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഇന്ന് സുഗന്ധം പരത്തുന്ന ഊതിൻ്റെ തൈകളാണ് നമ്മളിവിടെ നട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്നിവിടെ ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഓരോ വൃക്ഷത്തൈ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ സമ്മാനമായി അടക്കാപുത്തൂർ സംസ്കൃതി ഒരുക്കിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. CCN ചെർപ്പളശ്ശേരി. വെൽഫെയർ പാർട്ടി വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ചെർപ്പളശ്ശേരിയിൽ വുമൺ ജസ്റ്റിസ് മൂവ്മെന്റ് പെൺ പോരാട്ട പ്രതിജ്ഞ നടത്തി. UP ഗുജറാത്ത് ബലാത്സംഗത്തെ ആയുധമാക്കുന്ന സംഘ് വംശഹത്യ രാഷ്ട്രീയത്തിനെതിരെയാണ് പ്രതിജ്ഞ. വെൽഫെയർ പാർട്ടി വുമൺ ജസ്റ്റിസ് മൂവ്മെന്റ് ചെർപ്പളശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റിയാണ് UP ഗുജറാത്ത് ബലാത്സംഗത്തെ ആയുധമാക്കുന്ന സംഘ് വംശഹത്യ രാഷ്ട്രീയത്തിന് എതിരെ വുമൺ ജസ്റ്റിസ് മൂവ്മെന്റ് പെൺ പോരാട്ട പ്രതിജ്ഞ സംഘടിപ്പിച്ചത്. പ്രതിഷേധ പരിപാടിക്ക് ബീന ഹംസ നേതൃത്വം നൽകി. അമീന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സമീറ ഗഫൂർ, സാബിദ ലത്തീഫ്, കമറുനിസ തുടങ്ങിയവരും പങ്കെടുത്തു. CCN ചെർപ്പളശ്ശേരി. ശ്രീകൃഷ്ണപുരം കണ്ണന്തോട്ടം കോളനി റോഡ് ഉദ്ഘാടനം ചെയ്തു. 5 ലക്ഷം രൂപയാണ് റോഡിന്റെ നിർമ്മാണ ചെലവ്. കണ്ണന്തോട്ടം കോളനി റോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവിൽ കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് വാർഡ് 18 കോൺക്രീറ്റ് നടത്തിയ കണ്ണംതോട്ടം കോളനി റോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ഏതെല്ലാം മേഖലയിലെ വികസന പ്രവർത്തനം ചെയ്താലും റോഡും പശ്ചാത്തല മേഖലയിലും ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളെയാണ് പ്രത്യേകമായിട്ട് ജനങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഞാൻ താമസിക്കുന്ന എൻ്റെ പ്രദേശത്തേക്ക്, എൻ്റെ വീടിന് മുന്നിലേക്ക് അല്ലെങ്കിൽ ഞങ്ങൾ താമസിക്കുന്ന പ്രദേശത്തേക്ക് സഞ്ചാര സൗകര്യമുള്ള ഒരു വാഹന സൗകര്യമുള്ള ഒരു റോഡുണ്ടോ എന്നത് തന്നെയാണ് എല്ലാവരും കൃത്യമായി പരിശോധിക്കുന്നതും വിലയിരുത്തുന്നത്. ഒരുപക്ഷെ ഒരു പ്രാദേശിക സർക്കാരിനെ, ഗവൺമെൻറ്റിനെ, പഞ്ചായത്ത് സംവിധാനത്തെ തിരഞ്ഞെടുക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, ഇപ്പോൾ വരാൻ പോകുന്ന സന്ദർഭമാണ്, അത്തരം സന്ദർഭങ്ങളിലൊക്കെ ആളുകൾ അന്വേഷിക്കുന്നതും ചർച്ച ചെയ്യുന്നതും ആഴത്തിൽ പരിശോധിക്കുന്നതുമൊക്കെ റോഡ് മേഖലയിലുള്ള വികസനം എവിടെ എത്തി എന്നത് തന്നെയാണ്. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. അംബുജാക്ഷി അധ്യക്ഷയായി. ബ്ലോക്ക് മെമ്പർ ഉഷ നാരായണൻ, വാർഡ് മെമ്പർ K. പ്രേമലത, മുൻ മെമ്പർ റഷീദ്, നാരായണൻകുട്ടി എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് വൃക്കരോഗികൾക്കുള്ള ധനസഹായം വിതരണം ചെയ്തു. തണൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 44 പേർക്കാണ് സഹായം വിതരണം ചെയ്തത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. രാമൻകുട്ടി, ഷാരുകോവിൽ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഡയാലിസിസ് നടത്തുന്ന വൃക്കരോഗികൾക്കായി പ്രതിമാസം 1000 രൂപ നൽകുന്ന തണൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.08 ലക്ഷം രൂപ 44 പേർക്കാണ് വിതരണം ചെയ്തത്. സുമനസ്സുകളായ വ്യക്തികളിൽ നിന്ന് തുക ശേഖരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 2017 സെപ്റ്റംബറിൽ ആരംഭിച്ച പദ്ധതി പ്രകാരം ഇതിനകം 10.77 ലക്ഷം രൂപ നാട്ടിൽ നിന്ന് ശേഖരിച്ച് വിതരണം നടത്തി. ധനസഹായ വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. അരവിന്ദാക്ഷൻ നിർവഹിച്ചു.
ഇത്തരം BMC യോഗങ്ങളൊന്നും സജീവമാകണമെങ്കിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരോ അല്ലെങ്കിൽ അവിടുത്തെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരൊക്കെ വന്നിട്ട് ഒന്നും കൂടി പുഷ്പിച്ച് അല്ലെങ്കിൽ ഒരു വലിയ ഒരു പ്രസ്ഥാനമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ആദ്യഘട്ടത്തിൽ കുറേയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പിന്നീട് അതിൻ്റെ ഒരു തലമൊക്കെ കുറഞ്ഞുപോയി. ബ്ലോക്ക് പഞ്ചായത്ത് സംവിധാനത്തിലും ആ രീതിയിൽ തന്നെ കുറവ് വന്നിട്ടുണ്ട് എന്ന മനസ്സിലാണ്. എന്നാൽ പോലും നമ്മളിവിടെ ഓരോ മാസം നടക്കുന്ന വിലയിരുത്തലുകൾ ഇവിടുന്ന് നൽകുന്ന ഊർജവും കരുത്തുമൊക്കെ താഴെ തട്ടി നമ്മുടെ പ്രസ്ഥാനത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനെ സജീവമായി നിലനിർത്താൻ എവിടെയെങ്കിലുമൊക്കെ പുറകോട്ട് പോകുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് തലത്തിലെ പ്രവർത്തനങ്ങളെങ്കിൽ അത് പരിശോധനയുടെ വിലയിരുത്തലിലൂടെയൊക്കെ. പക്ഷെ അത് കേവലം പാലിയേറ്റീവ് നഴ്സുമാർ മാത്രമാണ് വരുന്നത് എന്നുള്ള കുറവ് ഒഴിച്ചു നിർത്തിയാൽ ഇതിവിടെ റിവ്യൂ ഫലപ്രദമായിട്ട് നടക്കുന്നുണ്ട്. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അംബുജാക്ഷി അധ്യക്ഷയായി. ജ്യോതിവാസൻ, കെ ശാന്തകുമാരി, ടി രാമചന്ദ്രൻ മാസ്റ്റർ, ഉഷാ നാരായണൻ, പി കുഞ്ഞഹമ്മദ്, പി മോഹനൻ, പി അംബുജാക്ഷി, കെ ഓമന, പി എൻ കോമളം, സി രാജൻ, കെ പ്രീത, ഡോക്ടർ എൻ അബ്ബാസ്, പി സൈനുദ്ദീൻ, ഒ വാസുദേവൻ, കെ ഉത്തമൻ, പി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. കൺസ്യൂമർ ഫെഡ് ജീവനക്കാരുടെ അനിശ്ചിതകാല പണിമുടക്കിന് മുന്നോടിയായി സൂചനാ സത്യാഗ്രഹം മണ്ണാർക്കാട് നടന്നു. CITU, INTUCH, MS തുടങ്ങിയ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചത്. CITU ഡിവിഷൻ പ്രസിഡന്റ് C കൃഷ്ണകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. കൺസ്യൂമർ ഫെഡ് ജീവനക്കാരുടെ അനിശ്ചിതകാല പണിമുടക്കിന് മുന്നോടിയായി സൂചനാ സത്യാഗ്രഹം മണ്ണാർക്കാട് നടന്നു. CITU, INTUC, HMS തുടങ്ങി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചത്. CITU ഡിവിഷൻ പ്രസിഡന്റ് C കൃഷ്ണകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ കണ്ണിൽ ത്രിവേണി പോലുള്ള അല്ലെങ്കിൽ KSEB പോലുള്ള അല്ലെങ്കിൽ KSRTC പോലുള്ള മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളൊന്നും തന്നെ ആവശ്യമില്ല എന്നാണ് കണ്ടിട്ടുള്ളത്. അങ്ങനെ കേന്ദ്രം കാണുന്ന എല്ലാം സ്വകാര്യവൽക്കരണം എന്ന കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഒരു ബദലായി ഇടതുപക്ഷം ഇത്തരം സ്ഥാപനങ്ങളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടുന്നത്. ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രശ്നം ഒന്ന് കേന്ദ്ര സർക്കാരിനെതിരായ പ്രശ്നവും മറ്റൊന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിലെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥ. ഇത് രണ്ടും തിരുത്തി മുന്നോട്ട് പോകുമ്പോൾ തൊഴിലാളികളെ ഒപ്പം നിർത്താൻ ചില ത്യാഗങ്ങൾ ചെയ്യേണ്ടി വരുന്നത് ഇടതുപക്ഷ സർക്കാരിന് തന്നെയാണ്. അന്യായമായി സസ്പെൻഡ് ചെയ്ത ട്രേഡ് യൂണിയൻ നേതാക്കളെ തിരിച്ചെടുക്കുക, ജീവനക്കാരുടെ പ്രമോഷൻ നടപ്പിലാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്. ചടങ്ങിൽ സിജുമോൾ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി KP ജയരാജ്, P രജനി, ലതിക, നാരായണൻകുട്ടി, രമാദേവി, സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ നവീകരണം പൂർത്തിയാക്കിയ പേവാർഡ് കെട്ടിടം ജനങ്ങൾക്കായി തുറന്നു നൽകി. ആശുപത്രി പ്രവേശന കവാടത്തിന് സമീപത്തു തന്നെയുള്ള കെട്ടിടമാണ് പ്രവർത്തന സജ്ജമാക്കിയത്. നഗരസഭാ ചെയർപേഴ്സൺ MK സുബൈദ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ നവീകരണം പൂർത്തിയാക്കിയ പേവാർഡ് കെട്ടിടം ജനങ്ങൾക്കായി തുറന്നു നൽകി. ആശുപത്രി പ്രവേശന കവാടത്തിന് സമീപത്ത് തന്നെയുള്ള കെട്ടിടമാണ് പ്രവർത്തന സജ്ജമാക്കിയത്. നഗരസഭാ ചെയർപേഴ്സൺ MK സുബൈദ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഏറെ പരിമിതികൾക്കിടയിലും താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിനായി നഗരസഭ തുക വിനിയോഗിച്ചതായി സുബൈദ പറഞ്ഞു. ഒരുപാട് പരാധീനതകൾ നഗരസഭയ്ക്ക് ഭരണസമിതിക്ക് മുമ്പിലുണ്ട്. അതിൻ്റെ ഇടയിൽ ഏകദേശം 1 കോടിയോളം രൂപ ഒരു വർഷത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിനായിട്ട് നമുക്ക് ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചെലവാക്കുന്ന ഓരോ പൈസയും സാധാരണക്കാരനാണ് എന്നുള്ളൊരു ബോധത്തോടു കൂടിയാണ് ഭരണസമിതി ഓരോ രൂപയും ഇതിന് ചെലവഴിച്ചിട്ടുള്ളത് എന്നത് ഓർക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അതിനുള്ളൊരു മാതൃക എന്നുള്ള നിലക്കാണ് ഈ ഭരണസമിതി, ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ അടക്കമുള്ള ഈ ഭരണസമിതി ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ മാതൃക കാണിച്ചിട്ടുള്ളത്. ആ ഒരു മാതൃക തുടർന്നു വരുന്ന ഭരണസമിതിയും കാണിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. കേരള ഹൌസിംഗ് റിസർച്ച് വർക്കിംഗ് സൊസൈറ്റിയുടെ നടത്തിപ്പിലായിരുന്ന താലൂക്ക് ആശുപത്രിയിലെ പേവാർഡ് 2011 അന്നത്തെ മണ്ണാർക്കാട് ഗ്രാമപഞ്ചായത്തിന് കൈമാറിയത്. 8 മുറികളുള്ള കെട്ടിടം നവംബർ 2 തീയതി മുതലാണ് പ്രവർത്തിച്ചു തുടങ്ങുക. ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ TR സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ആശുപത്രി ലേ സെക്രട്ടറി V സുദർശനൻ, നഴ്സിംഗ് സൂപ്രണ്ട് സുമംഗലി, ഹെഡ് നഴ്സ് രജനി, PRO ടിൻസ് തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ണാർക്കാട് GMUP സ്കൂൾ വടക്കുംപുറം റോഡ് ജനങ്ങൾക്കായി സമർപ്പിച്ചു. വാർഡ് കൗൺസിലർ പുഷ്പലത റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ണാർക്കാട് GMUP സ്കൂൾ വടക്കുംപുറം റോഡ് ജനങ്ങൾക്കായി സമർപ്പിച്ചു. വാർഡ് കൗൺസിലർ പുഷ്പലത റോഡിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പ്രദേശവാസികളുടെ ഏറെ നാളത്തെ ആവശ്യമാണ് നിവർത്തീകരിച്ചു നൽകിയതെന്ന് പുഷ്പലത പറഞ്ഞു. 2 ലക്ഷം രൂപയ്ക്ക് 10 മീറ്റർ വീതിയിലും
50 മീറ്റർ നീളത്തിലാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ ചില ഭാഗത്ത് 15 മീറ്ററും ചില ഭാഗത്ത് 12 മീറ്ററും ആയിട്ട് 62 മീറ്റർ നീളത്തിൽ വർക്ക് നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. കോൺട്രാക്ടർ മൻസൂർ നല്ല രീതിയിലാണ് ഇവിടെ പണി കഴിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും അതിൽ സന്തോഷമായിട്ടുണ്ട്. 14-12 അടികളിലായി ആവശ്യമുള്ള ഭാഗങ്ങളിൽ വീതി കൂട്ടി 60 മീറ്റർ ദൈർഘ്യത്തിലാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തത്. 2 ലക്ഷം രൂപയാണ് ഇതിനായി വിനിയോഗിച്ചത്. പരിപാടിയിൽ പരിസരവാസികളായ വാപ്പു, മൊയ്തീൻ, സെയ്തലവി, മുഹമ്മദ്, ഖാദർ തുടങ്ങിയവർ പങ്കെടുത്തു. ക്ലിനിക്കൽ എക്സ്റ്റാബ്ലിഷ്മെന്റ് ബില്ലിലെ അപാകതകൾ പരിഹരിക്കുക, പൊതുജനാരോഗ്യം സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പാരാമെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം മലപ്പുറം ജില്ലാ കമ്മിറ്റി DMO ഓഫീസിലേക്ക് ധർണ നടത്തി. കേരള പാരാമെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി കെ ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. കേരള പാരാമെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി KN ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ട്രഷറർ സലീം മുക്കാട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഫൈസൽ നന്നാട്ട്, നവാസ് TSNL, KPMTA ജില്ലാ പ്രസിഡന്റ് ഇബ്രാഹിം വെള്ളില തുടങ്ങിയവർ പങ്കെടുത്തു. CCN മലപ്പുറം. മഞ്ചേരി എടവണ്ണ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് നിർമ്മാണ പ്രവൃത്തി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ രംഗത്ത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയുണ്ടെന്നാണ് നാട്ടുകാരുടെ പരാതി. അധികൃതർ പരിശോധന നടത്തി ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നും നാട്ടുകാർ പറഞ്ഞു. ജില്ലാ കളക്ടർക്കുൾപ്പെടെ പരാതിയും നൽകിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 47.21 കോടി രൂപ ചെലവിലാണ് എടവണ്ണ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി ഒരുക്കുന്നത്. പ്രദേശവാസികൾക്ക് ഭീഷണിയായി മാറാവുന്ന ഇതിന്റെ ടാങ്ക് നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രദേശവാസികൾ രംഗത്തെത്തിയിരിക്കുന്നത്. എടവണ്ണ കല്ലിടുമ്പ് വാർഡിലാണ് ടാങ്കിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. എടവണ്ണ കൊങ്ങൻപാറ കോളനിക്ക് മുകളിലെ ചെങ്കുത്തായ പ്രദേശത്തെ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള സ്ഥലത്താണ് ടാങ്ക് നിർമ്മാണം നടത്തുന്നത് എന്നാണ് നാട്ടുകാരുടെ പരാതി. ജില്ലാ കളക്ടർക്കും കോടതിക്കും വാട്ടർ അതോറിറ്റിക്കും പഞ്ചായത്തിനും പരാതി നൽകിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചിരുന്നു. SC കോളനി ഉൾപ്പെടെ നിരവധി കുടുംബങ്ങളാണ് പ്രദേശത്ത് താമസിക്കുന്നത്. ഇവർക്കൊന്നും യാതൊരു സുരക്ഷയും വേണ്ട മുൻകരുതലുകളും നടത്താതെയാണ് വാട്ടർ അതോറിറ്റിയുടെ ടാങ്ക് നിർമ്മാണമെന്നും പരാതിയിൽ പറയുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഈ 2 ഭാഗത്ത് വിടണമെന്ന് ആ ഭാഗം ഈ ഭാഗം അങ്ങനെ പൊട്ടിയിട്ടുണ്ട്. 2 കുട്ടികളും ഒരു തള്ളയും അതിൻ്റെ മണ്ണടിയിലായി പെട്ട് മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ അതൊക്കെ ഇവിടെ സംഭവിച്ച സ്ഥലമാണ്. അപ്പോൾ ഈ പദ്ധതി ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ഇനി അതിലേറെ സംഭവിക്കും, അതിൽ യാതൊരു സംശയമല്ല. CCN മഞ്ചേരി. കോവിഡ് പരിശോധനാ ഫലം വേഗത്തിൽ ലഭ്യമാകാൻ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ട്രൂനാറ്റ് മെഷീൻ പ്രവർത്തനം ആരംഭിച്ചു. ഇനി മുതൽ 1 മണിക്കൂറിനകം 4 പേരുടെ പരിശോധനാ ഫലം അറിയാൻ കഴിയും. കോവിഡ് ചികിത്സാ രംഗത്ത് കൂടുതൽ കൃത്യതയാർന്ന പരിശോധനാ ഫലം ഇനി മുതൽ ഒറ്റപ്പാലത്ത് നിന്ന് തന്നെ ലഭിക്കും. കോവിഡ് ചികിത്സാ രംഗത്ത് കൂടുതൽ കൃത്യതയാർന്ന പരിശോധനാ ഫലം ഇനി മുതൽ ഒറ്റപ്പാലത്ത് നിന്നു തന്നെ ലഭിക്കും. ജില്ലയിൽ ട്രൂനാറ്റ് മെഷീൻ സ്ഥാപിക്കുന്ന ആദ്യത്തെ താലൂക്ക് ആശുപത്രിയാണ് ഒറ്റപ്പാലം. മരണമടയുന്നവരുടെയും ശസ്ത്രക്രിയകൾക്കായി ആശുപത്രിയിൽ എത്തുന്നവരുടെയും ചികിത്സാഫലം ലഭിക്കാൻ വൈകുന്നത് പൊതുജനത്തിന് ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. RT-PCR ടെസ്റ്റിന്റെ അത്ര തന്നെ കൃത്യതയാർന്ന പരിശോധനാ ഫലം നൽകുന്ന ട്രൂനാറ്റ് പരിശോധന ഒറ്റപ്പാലത്ത് തുടങ്ങുന്നത് പൊതുജനത്തിന് ഏറെ ഉപകാരപ്രദമാകും. CCN ഒറ്റപ്പാലം. കണ്ണിയമ്പുറം പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തി P. ഉണ്ണി MLA. അടുത്ത ഫെബ്രുവരിയോടെ ഗതാഗതയോഗ്യമാക്കാനാകുമെന്ന് MLA പറഞ്ഞു. ഒറ്റപ്പാലത്തെയും കണ്ണിയമ്പുറത്തെയും ബന്ധിപ്പിക്കുന്ന പടിഞ്ഞാറെ തോടിന് കുറുകെയുള്ള പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ MLA P. ഉണ്ണി സ്ഥലത്തെത്തി വിലയിരുത്തി. നിലവിൽ പാലത്തിന്റെ കൈവരികളുടെയും അപ്രോച്ച് റോഡുകളുടെയും നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. 2016-17 ബജറ്റിൽ ഉൾപ്പെടുത്തി 5 കോടി രൂപ ചിലവഴിച്ചാണ് പുതിയ പാലം നിലവിലെ പാലത്തിന്റെ തെക്കുഭാഗത്തായി നിർമ്മിച്ചിട്ടുള്ളത്. അടുത്ത ഫെബ്രുവരിയോടെ ഗതാഗതയോഗ്യമാക്കാനാകുമെന്ന് MLA പറഞ്ഞു. ഒറ്റപ്പാലത്തെ വാഹനക്കുരുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നിരവധിയായിട്ടുള്ള പരിപാടികൾ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഈ പാലം എന്ന് പറയുന്നത്, കല്ലിയമ്പുറം പാലം. ഒരു പാലം 2 പാലമാക്കുക, പുതിയൊരു പാലം കൂടി നിർമ്മിക്കുക. ടൗണിലേക്ക് വരുന്ന വാഹനങ്ങൾ ഒരു പാലത്തിന് മുകളിലും ടൗണിൽ വന്ന് പോകുന്ന വാഹനങ്ങൾ മറ്റൊരു പാലത്തിന് മുകളിൽ കടത്തിവിടാൻ വേണ്ടിയുള്ള ഉദ്ദേശമാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇതിൻ്റെ പണം നമ്മൾ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതിൻ്റെ വർക്ക് ആരംഭിച്ചത്. അത് ഏതാണ്ട് ഇപ്പോൾ ഫെബ്രുവരി മാസം ആകുമ്പോഴേക്ക് ഉദ്ഘാടനം ചെയ്യാറാകുന്ന അവസ്ഥയിൽ ഇതിൻ്റെ പണി പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. CCN ഒറ്റപ്പാലം.
2000-ഓളം കുടുംബങ്ങൾക്ക് ഭവനമൊരുക്കി പെരിന്തൽമണ്ണ നഗരസഭ. നഗരസഭയുടെ 25ാം വാർഷികത്തിന്റെ ഭാഗമായി രൂപീകരിച്ച രജത ജൂബിലി പദ്ധതിയുടെ ഭാഗമായുള്ള വികസന പദ്ധതികളിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണ് 600 SC കുടുംബങ്ങൾക്ക് പെരിന്തൽമണ്ണ നഗരസഭ നിർമ്മിച്ചു കൈമാറുന്ന ഭവനങ്ങൾ. റിപ്പോർട്ടിലേക്ക്. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായാണ് SC സമ്പൂർണ്ണ ഭവന പദ്ധതി പെരിന്തൽമണ്ണ നഗരസഭ തയ്യാറാക്കിയത്. എല്ലാവർക്കും ഭവനം എന്ന ലക്ഷ്യവുമായി കേരള സർക്കാർ ആവിഷ്കരിച്ച ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ഈ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുകയാണ്. ലൈഫ് മിഷൻ പദ്ധതിയുടെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തി ഭവനരംഗത്ത് നൂതനമായ വികസന വിസ്മയമാണ് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ പെരിന്തൽമണ്ണ നഗരസഭ തീർത്തത്. 2004 കുടുംബങ്ങളുടെ ഭവന സ്വപ്നത്തിന് നിറം ചാർത്തുക വഴി ഭവനരംഗത്തെ പുതിയ വികസന മാതൃക തീർക്കാൻ നഗരസഭയ്ക്കായി. ചരിത്രത്തിൽ സമാനതകളില്ലാതെ 137 കോടി രൂപയുടെ ഭവന പദ്ധതിക്കാണ് ഈ ഭരണ കാലയളവിൽ നഗരസഭ നേതൃത്വം നൽകിയത്. SC ഭവനങ്ങൾ നവീന മാതൃകയിൽ പുനർനിർമ്മിക്കാൻ സ്നേഹഭവനം എന്ന പേരിൽ ഒരു പദ്ധതിക്ക് നഗരസഭ നേതൃത്വം നൽകി. 600 ഭവനങ്ങളാണ് 42 കോടി രൂപ ചെലവ് വരുന്ന ഈ പദ്ധതി വഴി നിർമ്മിക്കാനായത്. SC കോളനിയിലെ പിന്നോക്കാവസ്ഥ കാരണം ആധുനിക രീതിയിലുള്ള ഭവന നിർമ്മാണത്തിനുള്ള സാങ്കേതികവും സാമ്പത്തികവുമായ നൈപുണ്യക്കുറവ് പരിഹരിക്കാനായി കുടുംബശ്രീ സംരംഭക ഗ്രൂപ്പായ മാലാഖ സൊല്യൂഷനാണ് ഈ ഭവനങ്ങളുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. നഗരസഭയിൽ നിന്നും നൽകുന്ന ലൈഫ് മിഷൻ വിഹിതമായ 4 ലക്ഷം, തൊഴിലുറപ്പ് വിഹിതമായ 25,000 രൂപ, ശുചിത്വ മിഷൻ വിഹിതമായ 15,000 രൂപ എന്നിവയടക്കം 4,40,000 രൂപയാണ് നഗരസഭ ഈ ഭവനങ്ങൾക്ക് നൽകുന്ന ആകെ വിഹിതം. ഈ സംഖ്യയിൽ ഒതുക്കി 500 സ്ക്വയർ ഫീറ്റ് ഭവനമാണ് ഗ്രൂപ്പ് നിർമ്മിച്ചു നൽകുക. 600 സ്ക്വയർ ഫീറ്റ് വീട് വേണ്ടവർ ഗുണഭോക്തൃ വിഹിതമായി 1 ലക്ഷം രൂപ കൂടി സംരംഭക ഗ്രൂപ്പിന് നൽകണം. ഭവന നിർമ്മാണത്തിന് ആവശ്യമായ വസ്തുക്കൾ ഒന്നിച്ചു കരാറാക്കി വാങ്ങുന്നതിലൂടെ ലഭിക്കുന്ന ഇളവുകൾ ഗുണഭോക്താക്കൾക്കിടയിൽ വീതിക്കുന്നതിലൂടെയാണ് കുടുംബശ്രീ സംരംഭക ഗ്രൂപ്പിന് ഇത്രയും ചിലവ് കുറച്ച് ഭവന നിർമ്മാണം നടത്താൻ കഴിയുന്നത്. SC കോളനികളുടെ മുഖച്ഛായ തന്നെ മാറുന്ന പുതുമോടിയോടുകൂടിയുള്ള ഭവനങ്ങൾ പൂർത്തീകരിക്കുന്നതിലൂടെ ലൈഫ് മിഷന്റെയും നഗരസഭയുടെയും കുടുംബശ്രീയുടെയും ചരിത്രത്തിലെ വിപ്ലവകരമായ വികസന മുന്നേറ്റമാണ് സാധ്യമാകുന്നത്. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ നഗരസഭയുടെ സ്വപ്ന പദ്ധതിയായ സ്നേഹഭവനം പദ്ധതി ഡിസംബറിൽ പൂർത്തിയാകുമെന്ന് നഗരസഭാ ചെയർമാൻ മുഹമ്മദ് സലീം. നിലവിൽ പണി കഴിഞ്ഞ 450 വീടുകളുടെ താക്കോൽദാന ചടങ്ങിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. 600 ഭവനങ്ങളുടെ നിർമ്മാണം 2019 ജനുവരിയിലാണ് നഗരസഭ ആരംഭിച്ചത്. ഇപ്പോൾ 450 ഭവനങ്ങളുടെ നിർമ്മാണം പൂർത്തിയായിരിക്കുകയാണെന്നും ബാക്കി വരുന്ന 150 വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ടെന്നും ഇവ ഡിസംബറിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്നും അദ്ദേഹം അറിയിച്ചു. രണ്ടാമത്തെ കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം. ഇത് നമ്മുടെ കേരളത്തിന്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും നൂതനമായിട്ടുള്ള ഒന്നാണ്. നമ്മൾ SC കോളനികളെ പ്രത്യേകമായി എടുത്ത് ആ SC കോളനികൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകി അവിടുത്തെ മുഴുവൻ വീടുകളെയും നവീകരിക്കുക. ഇപ്പോ ഏറ്റവും കൂടുതൽ SC വീടുകളുള്ള 6ാം വാർഡ്, ആ 6ാം വാർഡിലെ ഏതാണ്ട് 49ഓളം വീടുള്ള കാരയിൽ കോളനി എന്ന് പറയുന്ന ഒരു കോളനിയാണ്. ആ കോളനിയിലെ മുഴുവൻ വീടുകളും നമ്മൾ മികച്ച വീടുകളായിട്ട്, മികച്ച മാതൃകാ വീടുകളായിട്ട് മാറ്റിക്കഴിഞ്ഞു. അത് അവിടുത്തെ സാമൂഹ്യ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. മുമ്പ് കോളനികളെന്ന് അടയാളപ്പെടുത്തുന്ന രൂപത്തിലുള്ള ആ വീടുകൾ ഇന്നില്ല. ഏറ്റവും മികച്ച നവീന മാതൃകയിലുള്ള വീടുകളാണ് ഇന്ന് നമ്മുടെ പെരിന്തൽമണ്ണ നഗരസഭയിലെ കോളനികളിലെല്ലാം ഉള്ളത്. അപ്പോ അതിന്റെ സാമൂഹ്യ തലം വളരെ വലുതാണ്. CCN പെരിന്തൽമണ്ണ. SYS ജില്ലാ റാലിയുടെ ഉപഹാരമായി പാവപ്പെട്ടവർക്ക് പ്രഖ്യാപിച്ച സ്വയം തൊഴിൽ സഹായത്തിന്റെ ഭാഗമായി മൈഷ പെട്ടിക്കട സമർപ്പിച്ചു. കടയുടെ ഉദ്ഘാടനം കേരള മുസ്ലിം ജമാഅത്ത് പെരിന്തൽമണ്ണ സോൺ പ്രസിഡന്റ് KKS തങ്ങൾ മാനത്തമംഗലം നിർവഹിച്ചു. SYS ജില്ലാ റാലിയുടെ ഭാഗമായി പാവപ്പെട്ടവർക്ക് പ്രഖ്യാപിച്ച സ്വയം തൊഴിൽ സഹായത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ പൂപ്പലത്തെ ഭിന്നശേഷിക്കാരന് പെട്ടിക്കട സമർപ്പിച്ചു. ICF ജിദ്ദ ഘടകത്തിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് പെട്ടിക്കട ഒരുക്കിയിരിക്കുന്നത്. കട ലഭിച്ചതിൽ തനിക്ക് വളരെയധികം സന്തോഷമുണ്ടെന്നും ഭിന്നശേഷിക്കാരനായ ഷംസുദ്ദീൻ CCN ന്യൂസിനോട് പറഞ്ഞു. എൻ്റെ ഒരു സ്വപ്നമാണ് ഈ പെട്ടിക്കട എന്നുള്ളത്. അപ്പോൾ സാന്ത്വനം ടീം, പൂപ്പലത്തെ സാന്ത്വനം ടീമാണ് ഇവിടെ വന്ന SYSന് ഇങ്ങനെ ഒരു മൈഷ എന്നൊരു പദ്ധതി ഉണ്ട്. അതിൽ നമുക്ക് പെട്ടിക്കട ചെയ്തതാണ്. അത് വളരെ സന്തോഷമായി.
SYS പെരിന്തൽമണ്ണ സോൺ പ്രസിഡന്റ് മുർദല ഷിഹാബ് സന്ദേശപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ICF ജിദ്ദ പ്രതിനിധികളായ സൈനുലാബിദ്ദീൻ, ബഷീർ ഹാജി, അബ്ദുൾ മജീദ് സഖാഫി, അഷ്റഫ് സഖാഫി, SYS സോൺ നേതാക്കളായ ജൗഫർ അഹ്സനി ആനമങ്ങാട്, മിഗ്ദാദ് പൂന്താനം, യൂസുഫ് വലിയങ്ങാടി എന്നിവർ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. പട്ടാമ്പി നഗരസഭയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഹമ്മദ് മുഹസിൻ MLA രംഗത്ത്. MLA ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കുന്ന പല പദ്ധതികളും നഗരസഭയുടെ അലംഭാവം മൂലം നടപ്പാകാതെ കിടക്കുകയാണെന്ന് MLA കുറ്റപ്പെടുത്തി. കുടിവെള്ള പദ്ധതികളുടെയും റോഡുകളുടെയും കാര്യത്തിലാണ് പദ്ധതി നഗരസഭ വൈകിപ്പിക്കുന്നതെന്നും MLA സൂചിപ്പിച്ചു. പട്ടാമ്പി നഗരസഭയിൽ MLA ഫണ്ട് നൽകിയിട്ടുള്ള പദ്ധതികൾ പലതും സമയബന്ധിതമായി നടപ്പിലാക്കാതിരിക്കാനുള്ള ഒരു ശ്രമം പുതിയ ചെയർമാൻ വന്നതിനു ശേഷം മുതൽ ആരംഭിച്ചിട്ടുണ്ട്. 24/1/2020 കുടിവെള്ളം പ്രശ്നം ഏറ്റവും രൂക്ഷമായിട്ടുള്ള പട്ടാമ്പിയിലെ കക്കാട്രി കോളനിയിലേക്ക് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി MLA ഫണ്ടിൽ 5 ലക്ഷം രൂപ അനുവദിച്ച് നൽകിയതാണ്. അതിൻ്റെ പ്രവർത്തനം മുനിസിപ്പാലിറ്റിയാണ് അത് ചെയ്യേണ്ടത്. എന്നാൽ ദീർഘനാൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച സമയത്ത് ആ കോളനിയുടെ കുടിവെള്ളത്തിന് വേണ്ട പ്രവർത്തനങ്ങൾ നഗരസഭയുടെ നേതൃത്വത്തിൽ MLA ഫണ്ട് അനുവദിച്ചിട്ടും അത് നടപ്പിലാക്കാൻ ശ്രമിക്കാതെ നീട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. കളക്ടറേറ്റിലേക്ക് നഗരസഭ ഇതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ തന്നെ വളരെ വൈകിയാണ് എത്തുന്നത്. 13 വളരെ വൈകി ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ വൈകി ഇതിൻ്റെ നടപടികൾ പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്നാൽ പൂർത്തിയാക്കാതെ ഇപ്പോഴും ആ പ്രദേശത്ത് കുടിവെള്ളം കിട്ടാതിരിക്കുകയാണ്. ഇതേ സമയത്ത് മറ്റ് പഞ്ചായത്തുകളിൽ അനുവദിച്ച ഫണ്ട് വിനിയോഗിച്ച് പല പദ്ധതികളുടെയും ഉദ്ഘാടനം കഴിഞ്ഞു. പുതിയ ചെയർമാൻ ഈ വികസന കാര്യങ്ങളിൽ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിന് താല്പര്യമുള്ള വികസനം നടക്കും, അദ്ദേഹത്തിന് ചില പ്രദേശങ്ങളിൽ ഇത് നടക്കാൻ പാടില്ല എന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്താതിരിക്കാനുള്ള പ്രത്യേകമായ ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വരികയാണ്. ഇത് ആരുടെയും സ്വത്തല്ല, എൻ്റെയുമല്ല, ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, ജനങ്ങളുടെ പദ്ധതിയാണ്. അത് ലഭ്യമാക്കുന്നതിൽ തീർച്ചയായിട്ടും സഹകരിക്കേണ്ടത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കടമയാണ്. പട്ടാമ്പി നഗരസഭയിൽ സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നടത്തി. നഗരസഭാ ചെയർമാൻ KSB തങ്ങൾ പ്രഖ്യാപനം നിർവഹിച്ചു. പട്ടാമ്പി നഗരസഭയ്ക്ക് ലഭിച്ച ശുചിത്വ പദവിയുടെ പ്രഖ്യാപനം നഗരസഭാ ചെയർമാൻ KSB തങ്ങൾ നിർവഹിച്ചു. കാലഘട്ടമാണത്. പട്ടാമ്പിക്ക് വേണ്ടത് ഇപ്പോൾ വേണ്ടത് 2 ടൺ ഇത് സംസ്കരിക്കുന്ന കരമാലിന്യം സംസ്കരിക്കാനാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിപ്പോൾ 3 ടണ്ണിലധികം അതിലുണ്ട് എന്ന് മാത്രമല്ല, പിന്നീട് സർക്കാർ ഉണ്ടാക്കിയ ഒരു പദ്ധതി, വലിയൊരു പദ്ധതി കഞ്ചിക്കോട് വരുന്നുണ്ട്. ആ പദ്ധതിയിലേക്ക് നമ്മൾ സാധനങ്ങൾ അവർ എടുക്കുന്ന തുടർന്ന് അതും വരും. അപ്പൊ നമുക്കിനി കരമാലിന്യ സംസ്കരണത്തിനൊരു ബുദ്ധിമുട്ട് നമുക്ക് വരില്ല. ഇത് നമ്മുടെ പദ്ധതിയിൽ തന്നെ നമുക്ക് പര്യാപ്തമായ കുറച്ചു കാലത്തേക്ക് കൂടി നമുക്ക് പര്യാപ്തമായ സംസ്കരണ കേന്ദ്രമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഈ സ്വയം പര്യാപ്തത നമുക്കുണ്ട്. ഇത് മാറി ഇനി മറ്റേ കൂടുതൽ വരുന്ന സമയമാകുമ്പോഴേക്കും ഗവൺമെന്റിന്റെ ബൃഹത്തായ ഒരു പദ്ധതി ജില്ലയിലെ മുഴുവൻ മാലിന്യങ്ങൾ എടുക്കാനും കഴിയുന്ന വലിയൊരു പദ്ധതി കഞ്ചിക്കോട് വരുന്നുണ്ട്. അതോടുകൂടി ആ പ്രശ്നത്തിന് പരിഹാരമാകും. നഗരസഭയിൽ നടന്ന ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ K ജയലേഖ അധ്യക്ഷയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AK അക്ബർ, MK മുഷ്താഖ്, KVA ജബ്ബാർ, മുനീറ, C സംഗീത, കൗൺസിലർമാരായ സുന്ദരൻകുട്ടി, K ബഷീർ, ഉമ്മർ, ബൾക്കീസ്, KC ഗിരീഷ്, ലീല, ഗീത, റഹ്നാബി, സെക്രട്ടറി ഇൻചാർജ് വഹിക്കുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർ CK നാസർ, ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ രാജൻ, വ്യാപാരി സംഘടനാ പ്രതിനിധി ജബ്ബാർ ബാബു തുടങ്ങിയവരും സംസാരിച്ചു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.